ചേലക്കര തോൽവിക്ക് പിന്നാലെ UDF-ൽ കല്ലുകടി. UDF സ്ഥാനാർത്ഥിത്വം പാളിയെന്ന് ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ വിമർശനം. സ്ഥാനാർത്ഥിത്വത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും പ്രാദേശിക നേതാക്കൾ പ്രതികരിച്ചു. അതേസമയം ചേലക്കരയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രതികരണം. നമ്മൾ പാർട്ടി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ അതിന് പിന്നാലെ നമ്മൾ പോകാന്നുള്ളതാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി വളരെ മോശമായിരുന്നു. അത് 100% ഉറപ്പായിരുന്നു എല്ലാവർക്കും. അത് ഉള്ളിനുള്ളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് പാർട്ടി പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി അവതരിപ്പിച്ചതും നമ്മുടെ KPCC അവതരിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് പിന്നെ അതിനെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അതാണ് അതിൻ്റെ യഥാർത്ഥം. ഒരു വീഴ്ചയും വന്നിട്ടില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു. അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് അടിസ്ഥാനപരമായ കണ്ടെത്തൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചേലക്കര ഒരു ഹിമാലയമാണ്. CPM-ന്റെ ഹിമാലയത്തിൻ്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടുത്തെ ജനമനസ്സിൽ, ഇടതുപക്ഷത്തിൻ്റെ ജനമനസ്സിൽ മാറ്റം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂരിപക്ഷത്തിൽ അവരെ ഒതുക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേഡ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ആർക്കും ഒരു സംശയവും വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് കാണാം ഞങ്ങളത് പിടിച്ചിരിക്കും. സ്ഥലം തിരിച്ചു വന്നാൽ പോലും ഞങ്ങൾ പരിഗണിക്കില്ല, ഉറപ്പ്. കാരണം ഒരു പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ടാൽ ചതിയനാണ്. അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല, ചെയ്ത പ്രശ്നവുമില്ല. വിവരങ്ങളുമായി ജെയ്സൺ ചാവോളപ്പിലും അർജുൻ മട്ടന്നൂരും നമുക്ക് പോകുന്നുണ്ട്. ജെയ്സൺ ചാവോളപ്പിൽ UDF-ലെ ചർച്ചകൾ എങ്ങനെയാണ് ചേലക്കരയിൽ? വിജയം പ്രതീക്ഷിച്ചിരുന്ന UDF നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഈ പരാജയം കുറച്ചുപേരില്ലെങ്കിലും നിരാശ ഉണ്ടാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഓഡിയോ സന്ദേശങ്ങളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളും വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. പ്രാദേശിക നേതൃത്വത്തിന്റെ മുറുമുറുപ്പുകൾ വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടുകളും അതുപോലെ തന്നെ ഓഡിയോ സന്ദേശങ്ങളും സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തുന്നതും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഓഡിയോ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് 6 മാസത്തിനുള്ളിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുക, അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ രമ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥി വരുന്നതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോയിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വോട്ടിൻ്റെ ശതമാനക്കണക്ക് വെച്ചു തന്നെയാണ് വ്യക്തമായും തങ്ങളുടേത് ഒരു വിജയത്തിന് തുല്യമായ ഒരു പോരാട്ടമാണ് എന്ന് വ്യക്തമാക്കുന്നത്. K. രാധാകൃഷ്ണൻ 2021-ൽ 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ അത് പിടിച്ചു നിർത്താനായി 12,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനായി എന്നതാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും പക്ഷേ അവിടെ തങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് പറയുന്നത് ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതി അവിടെ അഭിപ്രായ വ്യത്യാസം ഉള്ളതായി തനിക്കറിയില്ല എന്നും KPCC പ്രസിഡന്റ് പറയുന്നു. ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വിജയപ്രതീക്ഷയുണ്ടായിരുന്ന പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതൃത്വവും അതിൽ ചെറിയ നിരാശരാണ്. അതിന്റെ പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സുജയ. ഓക്കെ ജെയ്സൺ. അർജുൻ മട്ടന്നൂർ, പ്രാദേശിക നേതൃത്വം സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചാണോ പരാതിപ്പെടുന്നത്? സുജയ, ഒരു അട്ടിമറി വിജയത്തിന് എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഒരു മണ്ഡലം, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയിരുന്ന ഒരു സാഹചര്യം. പക്ഷേ അത് കളഞ്ഞു കുളിച്ചു എന്നൊരു വികാരമാണ് പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉള്ളത്. കോൺഗ്രസിൽ മണ്ഡലം ഭാരവാഹികൾ അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഭാരവാഹികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതിഷേധം അവരുടെ ഗ്രൂപ്പുകളിലും മറ്റും കൃത്യമായി അറിയിക്കുന്നുണ്ട്. അത് നേതൃത്വത്തെ അറിയിക്കാനാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും പോകാൻ ഇടയില്ല. പക്ഷേ സ്ഥാനാർത്ഥിത്വം തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഈ പ്രാദേശികമായ നേതാക്കൾ ഒരുപോലെ പറയുന്ന കാര്യം. നേരത്തെ മണ്ഡലം ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളും രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വവും ACC ഇടപെട്ട രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം പ്രവർത്തകരും മറ്റ് പ്രാദേശിക നേതാക്കളും നിൽക്കുന്നു എന്നാണ് അവർ വിശദീകരിക്കുന്നത്. 6 മാസം മുൻപ് ആലത്തൂർ മണ്ഡലത്തിൽ പരാജയം അറിഞ്ഞ സ്ഥാനാർത്ഥിയെ വീണ്ടും ചേലക്കരയിൽ മത്സരിപ്പിക്കുന്നു. അത് വിജയസാധ്യത ഇല്ലാതാക്കും എന്ന് നേരത്തെ തന്നെ പല നേതാക്കളും മുന്നറിയിപ്പ് നൽകിയതാണ്. മാത്രവുമല്ല, ഈ രമ്യ ഹരിദാസ് നേരത്തെ
ഭൂരിപക്ഷം 5000 വോട്ടിലേക്ക് LDFിൻ്റെ ഭൂരിപക്ഷം താഴ്ത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് 12,000-ലേക്ക് ഉയർന്നിരുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതും ഇല്ലാതാക്കി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, നിരവധി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിനുള്ളിൽ തന്നെയുണ്ട്. മറ്റ് മുന്നണികൾ, അതായത് LDFും BJPയും മണ്ഡലത്തിനുള്ളിലുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ LDFന് ജയിക്കാൻ കഴിഞ്ഞു. BJPക്ക് 10,000-ഓളം വോട്ട് ഉയർത്താനും കഴിഞ്ഞു. മാത്രവുമല്ല, കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായി എന്നും പ്രാദേശിക നേതാക്കൾ പറയുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 6,000-ഓളം പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ വോട്ടുകളും കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഈ പോൾ ചെയ്യിപ്പിച്ച വോട്ടുകളിൽ തന്നെ ഒരു വലിയ വോട്ട് അത് BJPക്കും അതോടൊപ്പം തന്നെ DMK സ്ഥാനാർത്ഥിയായ സുധീറിനും അനുകൂലമായി പോയിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. ഇതും തിരിച്ചടിയായി എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ റിസൾട്ട് വന്നതിന് പിന്നാലെ രമ്യ ഹരിദാസ് പാലക്കാട്ടേക്ക് പോവുകയും KPCC അധ്യക്ഷനടക്കം നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. രമ്യ ഹരിദാസിനും ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം KPCC അധ്യക്ഷനോ രമ്യ ഹരിദാസോ നൽകുന്നുമില്ല. എന്തായാലും ജില്ലയിലെ ചില നേതാക്കൾ ഈ പ്രചരണത്തിൽ പൂർണ്ണമായും സജീവമായി നിന്നിട്ടില്ല എന്നൊരു പരാതിയാണ് രമ്യ ഹരിദാസിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ പ്രാദേശിക നേതാക്കൾ, മണ്ഡലം ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്. പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലത്തിൽ തോറ്റ മണ്ഡലത്തിൽ നിന്നുള്ള മണ്ഡലത്തിന് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും ഇവിടെ മത്സരിപ്പിക്കുന്നു. സ്വാഭാവികമായും ജനങ്ങൾ അത് തിരസ്കരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അവർ നേരത്തെ നിർദ്ദേശിച്ച പ്രകാരം മണ്ഡലത്തിലുള്ള മറ്റൊരാളെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞേനെ എന്നൊരു വികാരമാണ് അവർ പങ്കുവെക്കുന്നത്. ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം വലിയ തോതിൽ ഇപ്പോൾ തന്നെ ചർച്ചയാകുന്നുണ്ട്. ഇതിൽ പ്രവർത്തകരൊക്കെ തന്നെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ ഈ കോൺഗ്രസ് സംഘടനാ സംവിധാനം ചേലക്കരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തോൽക്കാനുള്ളൊരു കാരണമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ഈ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂരും ജെയ്സൺ ചാമ്പോളപ്പിലുമാണ് വിവരങ്ങൾ നൽകിയത്.